ഉപ്പ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയൂ സാലി, എന്താണ് ഒരു വിഷമം പോലെ? ഉപ്പ, എൻ്റെ ഇക്കാക്കന്മാർ പോയ വഴിയെ എനിക്കും പോകാൻ സമയമായിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി സൈനിസ്റ്റുകളെ പ്രതിരോധിക്കാൻ പോവുകയാണ്. എന്നെയും അവരോടൊപ്പം ചേരാൻ അനുവദിക്കണം. യാ അല്ലാ, നീ എന്താണ് പറയുന്നത് സാലി? നിന്റെ 3 ഇക്കാക്കമാരുടെ മയ്യത്ത് മണ്ണോട് ചേർന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. അത് മാത്രമല്ല, നിന്റെ ഉമ്മ, അവൾ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അവളോട് എന്ത് പറയും സാലി? അതറിയാം ഉപ്പ. ഉപ്പയും ഉമ്മയും കൂടിയല്ലേ ഇക്കാക്കന്മാരെ പോരാട്ടത്തിന് യാത്ര ആക്കിയത്. അതുപോലെ തന്നെ വേണമായിരുന്നു എന്നെയും യാത്രയാക്കാൻ. പക്ഷേ ഉമ്മ, അവരോട് ഇതിപ്പോൾ പറയണ്ട. പറഞ്ഞാലും ഉമ്മ ചിലപ്പോൾ പോകാൻ സമ്മതിക്കുമായിരിക്കും. പക്ഷേ 3 മക്കളെ ഇസ്രായേലിലെ കാട്ടാളന്മാർ കൊന്നൊടുക്കിയിട്ടും പിടിച്ചു നിൽക്കുകയാണവർ. ഈ മോചനത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ അവൻ പോകുന്നതെന്ന് ഉമ്മാക്കറിയാം. ഇനി എന്നെ കൂടി നഷ്ടപ്പെടുമോ എന്നുള്ളത് അവരെ വല്ലാതെ സങ്കടപ്പെടുത്തും. അതുകൊണ്ട് വേണ്ടപ്പ, ഉമ്മ ഇതിപ്പോൾ അറിയണ്ട. ഞാൻ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് ദിവസം മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. യാ അല്ലാ, എന്നാലും എൻ്റെ മോനെ, ഖുദ്സിന്റെ മോചനത്തിനാണ് നീ പോകുന്നതെന്ന് അറിയാം. പക്ഷേ ഈ വാപ്പാടെ നെഞ്ചിൽ നിന്ന് വല്ലാത്തൊരു വീർപ്പുമുട്ട്. അരുതു വാപ്പ, നിങ്ങളുടെ വിരൽത്തുമ്പിൽ പിടിച്ച് പിച്ച വച്ച കാലം മുതൽ നിങ്ങൾ പറഞ്ഞു തന്നതാണ് ഞാൻ വലുതാകുമ്പോൾ ഖുദ്സിനുള്ളതാണെന്ന്. ഇന്ന് ഈ ഖുദ്സിന്റെ തേങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ പിഞ്ചോമനകളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ നരകിക്കുന്നത്. ആശുപത്രികളിൽ പോലും ബോംബിട്ട് തകർക്കുകയാണ് സൈനിസ്റ്റുകൾ. തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളെയാണ് അവർ ദിവസവും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അഭയം കൊടുത്തവർ ഇന്ന് നമ്മുടെ യജമാനന്മാരാകാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് ഭയമില്ലാതെ സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കുവാൻ സാധിക്കണം. അതിനായി സന്തോഷത്തോടെ എന്നെ യാത്രയാക്കണം. ക്ഷമിക്കൂ മോനെ, 3 മക്കളെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായതാണ്. നീ പോയി ഈ മണ്ണിനെ, ഖുദ്സിനെ സംരക്ഷിക്കൂ. പ്രപഞ്ച രക്ഷിതാവായ തമ്പുരാൻ നിനക്കതിന് കാവൽ നൽകട്ടെ. നിനക്ക് തന്നുവിടാൻ ഈ ഉപ്പയുടെ കയ്യിൽ ഒന്നുമില്ലടാ, പടച്ചോനുള്ള ദുആ അല്ലാതെ. ആ പിന്നെ ഈ തസ്ബീഹ് മാല, ഇതിരിക്കട്ടെ നിന്റെ കയ്യിൽ. ഹൃദയങ്ങളേറ്റു പിടയുന്ന ഭീകരത ചൊല്ലു നീ. 100 ഹൃദയങ്ങളേറ്റു പിടയുന്ന ഭീകരത ചൊല്ലു നീ. നീറി ഒരുക്കുന്ന സേനയുടെ ഖേദമൊന്നു വിവരിക്കു നീ. നീറി ഒരുക്കുന്ന സേനയുടെ ഖേദമൊന്നു വിവരിക്കു നീ. കഥ പറയുന്നു കണ്ണീരിവിടെ കരഞ്ഞുതീരുന്നു സ്വപ്നങ്ങൾ. കരഞ്ഞുതീരുന്നു സ്വപ്നങ്ങൾ. ഖുദ്സിൽ നിന്നേങ്ങി അണയുന്ന കാറ്റേ, ഹൃദയം തേങ്ങി അലയുന്ന കാറ്റേ, കരളിൽ ക്രൂരമാം വെടിയേറ്റ് വീഴുന്ന, കരളിൽ ക്രൂരമാം വെടിയേറ്റ് വീഴുന്ന എൻ ഫലസ്തീനിന്റെ കഥ പറയൂ. എൻ ഫലസ്തീനിന്റെ കഥ പറയൂ. പിറവി, പോരാട്ടം, അതിജീവനം, ദുരിതം, മരണം, കസേര ജീവിതം. പരിചയപ്പെടുത്താൻ ഇതിൽ കൂടുതൽ വാക്കുകൾ ആവശ്യമില്ല. ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രം അപ്പാടെ വിഴുങ്ങിയ ഫലസ്തീന്റെ മണ്ണിൽ ശേഷിക്കുന്ന ചെറിയൊരു തുരുത്ത്. 20 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ. 3 ഭാഗത്തു നിന്നും ഇസ്രയേൽ എന്ന ചെകുത്താൻ രാഷ്ട്രത്താൽ ഒറ്റപ്പെട്ട് ചെറിയൊരു ഭാഗം മാത്രം ചാവുകടലിലേക്ക് തുറന്നിരിക്കുന്നു. ഇന്നും UN പോലും ഒരു രാഷ്ട്രമായി കാണാത്ത, സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി ഒരു ജനത കഴിയുന്നയിടം, ഇന്ന് കുഞ്ഞുങ്ങളുടെ കുരുതിക്കളം എന്നറിയപ്പെടുന്നയിടം. ഇതവർക്ക് വേണ്ടിയാണ്. എന്തിനെന്നറിയാതെ ആശുപത്രികളിലും സ്കൂളുകളിലും ഇൻക്യുബേറ്ററുകളിലും തെരുവുകളിലും കൊല്ലപ്പെടുന്ന നിഷ്കളങ്കരായ മക്കൾക്ക് വേണ്ടി, മൈലാഞ്ചിക്കാടുകൾക്കിടയിൽ ഒരുമിച്ച് മറമാടപ്പെട്ട അനേകായിരം കുഞ്ഞുമക്കൾക്ക്. നാടകം ഖുദ്സിന്റെ കുഞ്ഞു ചിറകുള്ള മാലാഖമാർ.
പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്തൊന്നണക്കൂ ഖദീജ. പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്തൊന്നണക്കൂ ഖദീജ. വിറക്കുന്നു മേനി, പിടക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറക്കുന്നു മേനി, പിടക്കുന്നു നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? വേഗം ഇവിടുന്ന് മാറും. അസ്സലാമു അലൈക്കും സഹോദര, നിങ്ങൾ ആരാണ്? എങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല. വലൈക്കും അസ്സലാം. എൻ്റെ പേര് അബ്ബാസ്. എനിക്ക് എത്രയും പെട്ടെന്ന് കാനുവൽസിലേക്ക് പോകണം. എൻ്റെ മകൾ ഹൈ സുഖമില്ലാത്ത ഭാര്യയോട് ഒറ്റയ്ക്കാണ്. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഇസ്രായേൽ സൈന്യം 4 ഭാഗത്തു നിന്നും നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി കാന്യൂൻസിലേക്കോ? ഇന്ന് ഈ സമയത്ത് അവിടേക്കുള്ള യാത്ര അപകടമാണ്. എന്തായാലും ഈ രാത്രിയിൽ പോകണ്ട. എൻ്റെ വീട്ടിലേക്ക് പോരൂ. രാവിലെ പോയാൽ മതി. ഇരിക്കൂ. അസ്സലാമു അലൈക്കും ആയിഷ. നമുക്കിതൊരു അതിഥിയുണ്ട്. നീ വേഗം ഭക്ഷണം തയ്യാറാക്കും. നിങ്ങൾ വന്നോ മജീദ്? നമ്മുടെ സാലിഹിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. നമുക്ക് കാത്തിരിക്കാം ആയിഷ. പടച്ച തമ്പുരാൻ അവന് ഒരു ആപത്തും കൂടാതെ തിരികെ എത്തിക്കും. മജീദ്, നിങ്ങൾ അകത്തേക്ക് വന്ന് ഈ ഭക്ഷണം എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്ക്. മജീദ്, നിങ്ങളുടെ മകൻ എവിടെ പോയതാണ്? അവൻ ഖുദ്സിന്റെ വിജയത്തിന് പോയതാണ്. എനിക്ക് 4 മക്കളായിരുന്നു അബ്ബാസ്. അവർ 3 ആളും ഈ മണ്ണിന് വേണ്ടി ഷഹീദായി. അത് പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എൻ്റെ സുഖമില്ലാത്ത ഭാര്യയും മകൾ ഹയയും മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭയം. ഞാനിങ്ങനെ പല നാടുകളിലൂടെ നടന്ന് സഞ്ചരിച്ച് പാട്ടുപാടി കിട്ടുന്നതിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സാരമില്ല അബ്ബാസ്, നാളെ രാവിലെ ഞാൻ നിങ്ങളെ കാൻയൂണിസിലേക്ക് എത്തിക്കാം. അസ്സലാമു അലൈക്കും ഉപ്പ. കേൾക്കുമ്പോൾ ക്ഷമയുണ്ടാകണം. നിങ്ങളുടെ മകൻ സാലിഹ് ഷഹീദത്തായി. അവസാന നിമിഷം വരെ അവൻ ഈ മണ്ണിന് വേണ്ടി പോരാടി. യാ റബ്ബേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യാ അല്ലാഹ്, എന്റെ മോനെ, എന്റെ മോനെ. വിളിയുണ്ട പീരങ്കി ചേരി വരുമ്പോൾ വിരിമറ് കാട്ടുന്നു ധീരരായി. വഞ്ചകരാജൂത കട്ടണന്മാരോടായി കല്ലാലെ എതിർക്കുന്നു ശൂരരായി. വെടിയുണ്ട പീരങ്കി ചേരി വരുമ്പോൾ വിരിമറ് കാട്ടുന്നു ധീരരായി. വഞ്ചകരാജൂത കട്ടണന്മാരോടായി കല്ലാലെ എതിർക്കുന്നു ശൂരരായി. ഇന്തിഫാദ, ഇന്തിഫാദ, ഇന്തിഫാദ. അവസാന ശ്വാസം തീർന്നൊടുങ്ങും വരെ ഇന്തിഫാദ, ഇന്തിഫാദ, ഇന്തിഫാദ.
അവസാന ശ്വാസവും തീർന്നൊടുങ്ങും വരെ പുണ്യ ഫലസ്തീനിൻ രണധീരരെ, ധീര വിമോചന പടയാളരെ, പുണ്യ ഫലസ്തീനിൻ രണധീരരെ, ധീര വിമോചന പടയാളരെ, ഈമാനിൻ ആവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ വീരയുവാക്കളെ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഖൈബർ ഖൈബർ യാ യഹൂദ്, ജയ്ഷു മുഹമ്മദിൻ സൗഫ യഊദ്. ഖൈബർ ഖൈബർ യാ യഹൂദ്, ജയ്ഷു മുഹമ്മദിൻ സൗഫ യഊദ്. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സാരമില്ല അബ്ബാസ്, എൻ്റെ മക്കളെല്ലാം പോയത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. പിറന്ന മണ്ണിന് വേണ്ടി പൊരുതി വീണതാ. ഇതിനുള്ള അർഹമായ പ്രതിഫലം നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ചോൻ എനിക്ക് തരും. ആമീൻ. നിന്റെ ത്യാഗം പടച്ചവൻ സ്വീകരിക്കട്ടെ മജീദ്. ഇത്താത്ത എന്റെ കയ്യിലും എഴുത്തോ? ഇത്താത്തയുടെ നല്ല കൈയക്ഷരമാണ്. എനിക്ക് ഇത്താത്ത എഴുതി തന്നാ മതി. അസ്സലാമു അലൈക്കും മക്കളെ. ഇതെന്ത് കളിയാണ്? കയ്യിൽ എന്താ എഴുതുന്നത്? വലൈക്കും സലാം. ഇത് കളിയല്ല ഉപ്പ, ഇത് ഞങ്ങളുടെ കയ്യിൽ പരസ്പരം പേരുകൾ എഴുതി വെക്കുന്നതാ. ജൂത സൈന്യം എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് നാളെ ഞങ്ങൾ കൊല്ലപ്പെട്ടു കിടന്നാൽ ഞങ്ങളുടെ ഒറ്റവർക്ക് ഞങ്ങളെ തിരിച്ചറിയാനാ കയ്യിൽ പേരെഴുതി വെക്കുന്നത്. പടച്ച തമ്പുരാനെ, എന്റെ ഗസയുടെ മക്കളുടെ ഈമാൻ നീ കാണണേ. അവർക്കൊരാപത്തും വരുത്തരുതേ. എത്രയും പെട്ടെന്ന് ഈ സങ്കടങ്ങളൊക്കെ തീർത്ത് ഖുദ്സ് പഴയ പോലെ സമാധാനമുള്ള മണ്ണാകണേ നാഥാ. അബ്ബാസ്, ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം. പക്ഷെ ഇവിടെ എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നല്ലോ. യാ റബ്ബേ, എന്റെ ഹയ. യാ അബ്ബാസ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ എവിടായിരുന്നു? വലൈക്കും സലാം ഉമർ. എന്റെ ഹയ, എന്റെ ഭാര്യ, അവരെവിടെ? എന്റെ വീടെവിടെ? അബ്ബാസ്, ഇന്നലെ രാത്രി സൈനിസ്റ്റുകളുടെ ആക്രമണമായിരുന്നു ഇവിടെ. നിന്റെ വീടും എന്റെ വീടും ഒക്കെ നിലംപൊത്തി. കണ്ടില്ലേ എന്റെ കാൽ തകർന്നിരിക്കുന്നത്? നിന്റെ വീട് നിൽക്കുന്നിടത്ത് ഇപ്പോൾ വെറും കോൺക്രീറ്റ് കൂന മാത്രമേ ഉള്ളൂ. ആരും ജീവനോടുണ്ടാകാൻ സാധ്യതയില്ല. അബ്ബാസ്, ഇതാ ഒരു ബാഗ്. ഇത് നിന്റെ ഹയമോളുടെതാണെന്ന് തോന്നുന്നു. സമാധാനിക്കും, എല്ലാം പടച്ചവന്റെ വിധിയാണ്. അതെ മജീദ്, ഇതിന്റെ പൊന്നുമോളുടേതാണ്. അവളുടെ മണം. അല്ലാഹ്. മജീദ്, നിനക്കറിയുമോ, എന്റെ ഹയമോളിന്റെ മണമുണ്ട് ഈ പുസ്തകങ്ങൾക്ക്. മിസ്കിരിച്ചാൽ അത്ര അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോ വന്നാലും ഓരോ കുപ്പി അത്ര അവൾക്ക് വേണ്ടി കരുതുമായിരുന്നു. ഇത്തവണ എന്റെ കയ്യിൽ പുതിയൊരു കുപ്പിയുണ്ട് മജീദ്. പക്ഷെ ഇനി അത് ആർക്കു വേണ്ടി മജീദ്? യാ അല്ലാഹ്, എന്റെ ഹയ, എന്റെ മോള്, അവൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും. തമ്പുരാനെ, നിന്റെ അടുത്തേക്ക് വന്നപ്പോ അല്ലാഹ്. അബ്ബാസ്, ഇതാ ഹയമോളുടെ വസിയത്താണ്. ഞാൻ ഹയാബ്. തേഗോളങ്ങളാൽ മേലാന്തി ചോപ്പണ്ണ രാവിലെ ഇരുന്ന് ഞാൻ എന്റെ ഒസിയത്ത് എഴുതുന്നു. എനിക്കാകെ 50 ശക്കലിനാണ് ബാധ്യത കാശായിട്ടുള്ളൂ. 41 ശക്കല് ഉമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ്.
സീനത്തിനും ഹാഷിമിനും 5 ഷെക്കൽ വീതം, ഹിബത്താത്തയ്ക്കും മറിയമ്മത്തേക്കുമുണ്ട് 5 ഷെക്കൽ കൊടുക്കാൻ. പിന്നെ അബൂമാമനും സാറ ഇളയമ്മയ്ക്കും 5 വീതം. കാശായിട്ടുള്ള ബാധ്യത അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ കളിപ്പാട്ടങ്ങൾ. കുഞ്ഞനുജത്തി സീനത്തിനും പിന്നെ കൂട്ടുകാരികളായ റീനയ്ക്കും മിന്നയ്ക്കും അമലിനും. ഇനിയുള്ളത് ഉടുപ്പുകളാണ്. അതെല്ലാം എളാപ്പന്മാരുടെ മക്കളെടുത്തോട്ടെ. മിച്ചമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോളൂ. ബാക്കിയുള്ളത് എൻ്റെ ചെരുപ്പുകളാണ്. അതും കൂടി പാവങ്ങൾക്ക് കൊടുത്തോളൂ. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. അരുവികളൊഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു. ഗസയിൽ തന്നെ പോയി പാർക്കണം, ഇനിയും ഷഹീദായി മടങ്ങേണമെന്ന വണ്ണം. പാട്ടായി കാത്തിരിക്കേണ്ട നീ എന്നെ, ഞാൻ പടയായി പുറപ്പെട്ടു മുന്നേ.